വെളിച്ചെണ്ണ മേടിച്ചിട്ട് വരണേ. ഞാൻ പറയണ കേക്കണ്ടോ? എന്താ ക്ലീറ്റോ? എന്താ? ഒന്നുമില്ല. എന്താ എഴുതിക്കൊണ്ടിരിക്കണേ? അതെ, പാർട്ടിയുടെ ഓരോ കാര്യങ്ങളാടി. പാർട്ടിയുടെ ഓരോരോ കാര്യങ്ങളേ. ഇങ്ങനെ ഡയറിയൊക്കെ എടുത്ത്? അത് ഡയറി ഉണ്ട്, അത് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോന്ന് നമ്മളെ പാർട്ടിയുടെ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കണക്കുകളൊക്കെ ശരിയാക്കി അവിടെ കൊണ്ട് കൊടുക്കണേ പാർട്ടി ഓഫീസിൽ. എന്താ പറ്റിയൊരു ടെൻഷൻ പോലെ? എന്ത്? എന്താ ടെൻഷൻ അടിച്ചിരിക്കണേ? ഒന്നുമില്ല. പറ ക്ലീറ്റോ, എന്തോ ഉണ്ട്? ഒന്നുമില്ലടി. പറയുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരും കേട്ടോ. അതേ, ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ, എന്ത് പറ്റി? അല്ല, ഒന്നുമില്ല, അത് കുഴപ്പമില്ല. ക്ലീറ്റോനൊരു പ്രശ്നം ഉണ്ടാവണമെന്ന് എനിക്ക് ഉണ്ടാവണ പോലല്ലേ ക്ലീറ്റോ? ഞാൻ ക്ലീറ്റോൻ്റെ ഭാര്യയല്ലേ, പറ. പക്ഷെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. ക്ലീറ്റോന് എന്ത് പ്രശ്നമാണെങ്കിലും ഈ തങ്കം പരിഹരിച്ചു തരും. അത് മതിയോ? ഉറപ്പാണോ? പിന്നെ വാക്ക് മാറരുത്. ഇല്ല. ഉറപ്പാണല്ലോ? സത്യമായിട്ടും വാക്ക് മാറൂല. എന്നാലേ എനിക്ക് ഒരു 15,000 രൂപ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. ഇല്ല, ഇതിന്റെ പരിഹാരം എൻ്റെ ഇല്ല ക്ലീറ്റോ, സോറി. തങ്കം, വാക്ക് മാറരുത്. നീ വാക്ക് പറഞ്ഞതാണ്, ഞാൻ അത് ആദ്യമേ ചോദിച്ചേ. ഞാൻ അറിഞ്ഞു നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രശ്നമാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു 15,000 രൂപ നീ വിചാരിച്ചാൽ മറിച്ച് തരാനൊക്കെ പറ്റും. ഇല്ല, ഞാൻ വിചാരിച്ച ഒന്നും നടക്കൂല. എടി, നിന്റെ അയൽക്കൂട്ടം ഇല്ലേ, അവിടെ നിന്ന് ഒരു 15,000 രൂപ കടം മറിച്ചതാ. അവിടെ നിന്ന് കടമറിക്ക് തരാൻ പറ്റൂല. അയ്യടാ, ഒരു പൂതി. കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന്റെ അടച്ചോ നിങ്ങള്? ഇല്ലല്ലോ. ഇപ്പോഴാ പെണ്ണുങ്ങൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്നെ കൊണ്ട് പറ്റൂല. അല്ല, അതും ഇതും കൂടെ നമുക്ക് ഒരുമിച്ച് കടം തീർക്കാം. വേണ്ട, വെറുതെ എന്നെ പ്രതീക്ഷ തന്നു. നീ അല്ലേ പറഞ്ഞത് സാധിച്ചു തരാം. ഒരു കാര്യം എൻ്റെ മോനങ്ങ് മനസ്സിലാക്കിക്കോ. കുടുംബശ്രീന്ന് 15,000 രൂപ കിട്ടൂല, എൻ്റെ കയ്യിലുമില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാ ചെയ്തോ. നമ്മുടെ കേമ തങ്കം, പൈസ വേറൊരാളുടെ കയ്യിലുണ്ട്. ആരുടെ കയ്യില്? എൻ്റെ അളിയൻ, എൻ്റെ ആങ്ങള കനകൻ. ചോദിക്കടി. അത് ചോദിക്കാം. 15,000 രൂപയല്ലേ? നീ ചോദിച്ചാൽ തരും. പിന്നെ ഞാൻ ചോദിച്ചാൽ അപ്പം തന്നെ എടുത്തു തരും. അങ്ങോട്ട് ചെന്നാൽ മതിയാവും, നല്ല ആട്ടാട്ടും. അയ്യടാ, 15,000 രൂപ തന്നെ പോയി ചോദിക്കി. എന്നെ കൊണ്ടൊന്നും പറ്റൂല. എന്തേ? എന്തിനിപ്പോ വല്ലവനെ മുമ്പ് പോയി ചോദിച്ച് നാണം കിടന്ന വേണ്ട. അല്ലേ, എവിടേക്ക് വിചാരം നമ്മളെന്തോ പൈസ തിരിച്ചു കൊടുക്കാത്ത രീതിയിലുള്ള കടം മേടിക്കലാണ്. പൈസ വരുമ്പോൾ തിരിച്ചു കൊടുക്കും. നിനക്ക് നന്നാടി നാളെ പരീക്ഷയുണ്ട്. എന്നെ ഒരു കൈ സഹായിക്കടേ. ആ അരിയിലെ 10 കല്ല് പെറുക്കാൻ ഇനി ഞാനും കൂടി തന്നെ. എന്നാ പിന്നെ കറിക്കൊന്നെടുക്ക്. അമ്മേ, ഇതിലേ അമ്മേ എന്തോരം പെണ്ണുങ്ങളാമ്മേ വലിയ വലിയ ബിസിനസ്സുകാരായത്. എന്തോന്ന് ബിസിനസ്? അമ്മേ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ അറിയാവുന്ന ഓരോരോ കാര്യങ്ങളില്ലേ, എംബ്രോയിഡറിയിലോ അല്ലെങ്കിൽ വല്ല തുണിയൊക്കെ തുന്നലോ, പിന്നെ പേപ്പർ കൊണ്ട് കമ്മലുണ്ടാക്കല്, പിന്നെ കോഴി വളർത്തല്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടേ വലിയ പൈസക്കാരായമ്മ ഇവരൊക്കെ. നിനക്കിപ്പോൾ അറിയാവുന്ന പണി നീ ചെയ്യ്. നിനക്കറിയാവുന്ന അടുക്കള പണിയാ. അല്ലാതെ നീ വലിയ പണക്കാരിയാവാനൊന്നും നോക്കണ്ട. അല്ല, നീ എന്തോ പണക്കാരിയാവാനാ നോക്കുന്നത്? ഏത് ബിസിനസ്സാ ചെയ്യാൻ പോണത്? അമ്മേ, നമുക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയിട്ടേ അങ്ങ് വലിയ പണക്കാരാവണം. എന്നിട്ട് വലിയ ബിസിനസ് സ്ഥാപനമൊക്കെ വേണം. എടി, അടുക്കളയിൽ കയറി അടുക്കള പണി അറിയാൻ വയ്യാത്ത നീയാണോ വലിയ ബിസിനസ് ഉണ്ടാക്കി വലിയ പണക്കാരിയാക്കാൻ പോകുന്നത്? നീ അടുക്കളയിൽ ജോലി ചെയ്യാൻ. അമ്മയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം അടുക്കളപ്പണിയാണ്. അതാണ് അമ്മയുടെ പ്രശ്നം. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോയി ഒന്ന് ആലോചിക്കട്ടെ. ഉച്ചയ്ക്ക് വന്നേരം രണ്ടമുളക്ക തിന്നാനായിട്ട് ഞാൻ വച്ചു തരാം. ഏട്ടാ, നോക്കിയേ, ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നമുക്കേ പുതിയൊരു ബിസിനസ് തുടങ്ങിയാലോ? നോക്ക്, നീ മിണ്ടാണ്ട് പോടുന്നു. ഞാൻ കാര്യം പറയണേന്ന്. എന്ത് കാര്യം? ഏട്ടതേ ഈ പുസ്തകത്തിലുണ്ടെന്നേ, സാധാരണക്കാരായ വീട്ടമ്മമാരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയെന്നു. അത് നല്ല ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ. അപ്പൊ എനിക്ക് ബുദ്ധിയില്ലേ? നിനക്ക് കൊന്തുണ്ട്.
ഏട്ടാ എടി ഒരു കാര്യത്തെ പറ്റി അറിയാതെ എന്ത് ബിസിനസ് ചെയ്യാനാണ്? ഇതിപ്പോ എന്താ അറിയാനുള്ളത്? കോഴി വളർത്തും വല്ല തുണി ഉന്നലിനൊക്കെ എന്തെന്ന് ഇപ്പൊ ഇത്ര അറിയാൻ? ആ നീ പിന്നെ എല്ലാം കഴിഞ്ഞ് കോഴി വളർത്താൻ പോവാണോ? ഏട്ടാ ഇങ്ങോട്ട് നോക്കേട്ടാ. കളിക്കല്ലേ? ദേ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് തന്നാ മാത്രം മതി, ബാക്കി ഞാൻ ഏറ്റു. നീ ഇപ്പൊ എവിടുന്ന ഈ ഐഡിയ ആയിട്ട് വന്നത്? ഈ ബുക്കിലുണ്ടെന്ന് എല്ലാ വീട്ടമ്മമാർക്കും പറ്റൂന്ന്. എവിടെ നോട്ടെ? ദേ ആ അതെന്താ പ്രശ്നം എന്നറിയാമോ? അത് ഈ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചതിന്റെ കുഴപ്പം, അത് ചുരുട്ടി കൂട്ടി കളയി. എന്താ ഇടി ഒരു കാര്യത്തെ പറ്റി അറിയണം ആദ്യം, അത് കഴിഞ്ഞിട്ടേ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടൂ. ഇപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ പറയണേ ഇപ്പൊ ഒരു 10 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഈ 10 രൂപ 11 രൂപ ആക്കാനുള്ള മിടുക്ക് വേണം, അല്ല ത്രാണി വേണം ബിസിനസ്സുകാരന്. നിനക്കതുണ്ടോ? ഉണ്ട്, കുന്തണ്ട്. ദേ ഏട്ടൻ ഒരു 10 രൂപ എനിക്ക് തന്നു നോക്ക്, 15 രൂപയാക്കി ഞാൻ തിരിച്ചു തരും, ഉറപ്പ്. ഓ നീ 11 ആക്കി തന്നാ മതി. നീ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയാമോ? 10 രൂപ ഇറക്കി കഴിഞ്ഞാൽ 5 രൂപ തിരിച്ചു കിട്ടും. ആ കച്ചവടം നന്നായിട്ട് പോകുമല്ലോ. ഇല്ല ഏട്ടാ, എന്തിനാ ഏട്ടാ? എല്ലാ പെണ്ണുങ്ങൾക്കും പറ്റുന്ന എനിക്കും പറ്റും. എല്ലാ പെണ്ണുങ്ങൾക്ക് പറ്റണമെന്ന് നിനക്ക് പറ്റില്ല. അത് എന്റെ പാട്ടിന് പോകണം. ഏട്ടാ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തന്നാ മതി. ശരി, എന്ത് ബിസിനസ് തുടങ്ങാനാ നീ ഉദ്ദേശിക്കുന്നത്? അത് പറ. അതിപ്പം അതിന്റെ ഐഡിയയും കൂടി ഏട്ടൻ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ. ആ അപ്പൊ ഇന്നത് ചെയ്യണമെന്നില്ല. അത് കൊള്ളാം. അപ്പൊ പൈസയും ഞാൻ ഇറക്കണം, ഐഡിയ ഞാൻ ഇറക്കണം. നടന്നാ തന്നെ. പ്ലീസ് ഏട്ടാ, പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. നീ വെറുതെ കിണിക്കാൻ നിൽക്കണ പാടുന്നു, വേറെ പണിയില്ല. ബിസിനസ് എന്ന് പറഞ്ഞിട്ട്. പ്ലീസ് ഏട്ടാ. അളിയോ അതെ അളിയാ, ഒരു 15 രൂപ വേണോ? കുറച്ച് ദിവസത്തേക്കൊന്ന് മറിക്കാനാ. 15 രൂപയും നിന്റെ കയ്യിലില്ല അളിയാ. എന്നാ വെച്ചോ, ബാക്കി വേണ്ട. അളിയാ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്, വലുത് 15,000, 15,000. 15,000 രൂപ നിനക്ക് 2 ദിവസത്തേക്ക് മറിക്കാം. അല്ല, ഞാൻ ഏറിയാൽ ഒരു 4-5 ദിവസത്തിനുള്ളിൽ. പിന്നെ 4-5 ദിവസം കൊണ്ട് നീ എനിക്ക് തിരിച്ചു തരും. പിന്നെ എന്റെ ക്ലീറ്റസെ, നീ എനിക്ക് ഒരുപാട് പൈസ തരാനുണ്ടല്ലോ. ഇവിടുന്ന് മറിച്ച് കൊണ്ടുപോകാന്നല്ലാണ്ട് അതൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടില്ലല്ലോ. അളിയാ ഞാൻ എൻ്റെ കണക്ക് ഡയറിക്കകത്ത് നോക്കി അളിയനും ഞാനുമായിട്ട് ഇനി ബാധ്യതകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ഈ കടം ചോദിക്കാൻ വന്നേക്കണേ. നിന്റെ ഓലക്കട മൂട്ടിലൊരു കണക്ക് ഡയറി നാണുണ്ടടാ നിനക്ക്. നേരം വെളിച്ചാകുമ്പോൾ തന്നെ ഒരു വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇരക്കുക, എരപ്പാളി. എടാ നീ ഒരു കുടുംബനാഥനല്ലേ, ഒരു ഭാര്യയും കുട്ടി നിനക്കില്ലേ? എന്തെങ്കിലും പണിക്ക് പോയിട്ട് ഒരു 10 രൂപ അധ്വാനിച്ചിട്ട് ആ പെണ്ണിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്താൽ എത്ര നൊന്നടാ. ഇത് രാവിലെ അങ്ങ് ഇറങ്ങിക്കോളും, വെള്ള ഷർട്ടും വെള്ള മുണ്ടും ചുറ്റിയിട്ട് പാർട്ടിയാണ് ഒലക്കട മൂടാന്നും പറഞ്ഞിട്ട്. അളിയാ കാശില്ലെങ്കിൽ നീ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. നീ എന്റെ പാർട്ടിയെ എന്റെ കുടുംബത്തെ ഒന്നും കയറി ഭരിക്കാൻ വരണ്ട കേട്ടോ. എന്റെ കയ്യിൽ കാശുണ്ട്, പക്ഷെ ആ പൈസ നിനക്ക് ഞാൻ തരില്ല. അയ്യാ മതി, നീ കൂടുതൽ സംസാരിക്കണ്ട. എന്നാ പാർട്ടിക്കാരോട് പോയി ചോദിക്കണ പൈസ. ഞാൻ പാർട്ടിക്കാരെ ഒന്ന് മേടിച്ചോളാടാ. നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നീ തരണ്ട. എന്റെ കയ്യിൽ കാശുണ്ട്, ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരുന്നില്ല. ഓഹോ ആ അങ്ങനെയാണ്. അങ്ങനെ തന്നെയാ. നിന്റെ കാശ് എനിക്ക് വേണ്ട. ഈ വൃത്തിയുടെ കാശ് മേടിച്ചോണ്ട് പോയ പോലും ഗുണം പിടിക്കത്തില്ല. നീ നിന്റെ പാട്ടിന് പോകലില്ല. ഈ സമയത്ത് തന്നെ വന്ന് പൈസ ചോദിക്കണായിരുന്നോ? പിന്നെ നിന്റെ കെട്ടിയടുത്ത് കാശ് വെക്കാൻ ഞാൻ സമയമൊക്കെ നോക്കിട്ട് വരാം. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഏട്ടാ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ സമ്മതിച്ചിങ്ങനെ വരുമായിരുന്നു, അത് മുഴുവൻ നശിപ്പിച്ചല്ലോ. പിന്നെ നടന്നു. അല്ലെങ്കിൽ ഒരു ബിസിനസ് കാര്യമായിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാ, എല്ലാം ക്ലീറ്റു ചേട്ടൻ നശിപ്പിച്ചു. ബിസിനസ് versus Alien.